നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 940th day. Today 23rd sloka of Pradhamaskandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 940-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. സ്വയം ജ ഗുരുഭിർവിപ്രൈ സധാരേസ്തവിരൈരഭി ആശീർഭിരുജ്യമാനോന്യേർ വന്ദിഭിശ്ചാവിശത്പുരം. ഓം തത്സത്. സ്വയം ജ ഗുരുവിർവിപ്രൈ സധാരേസ്തവിരൈരഭി ആശീർഭിരുജ്യമാനോന്യേർ വന്ദിഭിശ്ചാവിശത്പുരം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സ്വയം ച ഗുരുഭി വിപ്രൈ സധാരേ സ്ഥവിരേ അഭി ആശിർഭി ഉജ്യമാനോ അന്യേർ വന്ദിഭി ച അവിശത് പുരം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് ഗുരുക്കന്മാരാലും വിപ്രൈ ബ്രാഹ്മണന്മാരാലും സദാരേ സ്ഥവിരേ അഭി പത്നിമാരോടുകൂടിയ വൃദ്ധന്മാരാലും അന്യേ വന്ദിഭി അന്യന്മാരായ വന്ദികളാലും ആശിർഭി ആശിഷുകളോട് യുജ്യമാന യോജിക്കപ്പെട്ടവനായിട്ട് പുരം അവിശത് പുരത്തെ പ്രവേശിച്ചു. അതായത് ഭഗവാൻ പത്നിമാരോടുകൂടിയ വൃദ്ധന്മാർ, ഗുരുക്കന്മാർ, ബ്രാഹ്മണന്മാർ, വന്ദികൾ ഇവരൊക്കെ ചെയ്യുന്ന ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പട്ടണത്തിൽ പ്രവേശിച്ചു. പട്ടണത്തിൽ ദ്വാരകയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ഓരോരുത്തരും ഭഗവാനെ വന്ന് കാണുന്ന കാര്യങ്ങൾ ശൗനകാദി മുനികളോട് സൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. താൻ ശ്രീ ശുഖബ്രഹ്മർഷിയിൽ നിന്നും ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനെ ഉപദേശിക്കുമ്പോൾ കേട്ട ആ വ്യാസഭഗവാൻ സൃഷ്ടിക്കപ്പെട്ട ആ ശ്രീമദ് മഹാഭാഗവതം ശൗനകാദി മുനികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സൂത പൗരാണികൻ. അപ്രകാരം അദ്ദേഹം പറയുകയാണ്, ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന ആ വിശേഷം പറഞ്ഞു കൊടുക്കുകയാണ്. പത്നിമാരോടുകൂടിയ വൃദ്ധന്മാരും ഗുരുക്കന്മാരും ബ്രാഹ്മണന്മാരും വന്ദികളും ഒക്കെ ചെയ്യുന്ന ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഭഗവാൻ തൻ്റെ പട്ടണമാകുന്ന ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. ദ്വാരകയിലേക്ക് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഹസ്തിനപുരത്തിൽ നിന്നും ദ്വാരകയിലേക്കുള്ള ഭഗവാന്റെ യാത്രയാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ എപ്രകാരം ആ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവരുടെയും സന്തോഷം, എല്ലാവരുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുകയാണ്. രാജമാർഗത്തെക്കുറിച്ചും അവിടെയൊക്കെ വന്നു നിന്ന് എല്ലാവരെക്കുറിച്ചിട്ടും കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ്വയം ജ ഗുരുഭിർവിപ്രൈർ സധാരേസ്തവിരൈരഭി ആശീർഭിരുജ്യമാനോന്യേർ വന്ദിഭിശ്ചാവിശത്പുരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും
നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.